മഹാഗുരുശരണം. നമസ്കാരം. ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ കുറിച്യ സമുദായത്തിൻ്റെ കാപ്പുകുന്ന എന്ന ക്ഷേത്രത്തിലെ മലക്കാരി ഭഗവതിയുടെ തിറമഹോത്സവമാണ്. ഈ തിറമഹോത്സവം ഈ കുറിച്യ സമുദായക്കാരുടെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ മുള കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതേപോലെ 3 മുളകളാണ് ഇവരെടുക്കുക. ഈ 3 മുളകളും കൊടിമരത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ കുറിച്യ സമുദായക്കാരുടെ എല്ലാ രീതിയിലുള്ള പാരമ്പര്യമായിട്ടുള്ള അവരുടെ ആചാരങ്ങളെല്ലാം ചെയ്തതിന് ശേഷം, അതായത് അവർ വളരെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ പിന്തുടർന്നു വന്ന് അവരുടെ ആചാര രീതികളെല്ലാം ആചരിച്ച് കൊടിമരം നാട്ടുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഒരു കൊടിമരം മലക്കാരിക്കും ഒരു കൊടിമരം ഭഗവതിക്കും. മലക്കാരി എന്ന് പറയുന്നത് ശിവൻ്റെ കാട്ടാള രൂപമാണ്. അപ്പോൾ അതിനെയാണ് ആരാധിക്കുന്നത്. അതേപോലെ ഭഗവതിയുമുണ്ട്. അത് ഭദ്രകാളിയുടെ കാടിനോട് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഏറ്റവും ഉഗ്രരൂപിണിയായിട്ടുള്ള ഭഗവതി സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. അതേപോലെ ഭഗവതിക്കും പിന്നെ ഒരു കൊടിമരം എന്ന് പറയുന്നത് അത് തിറകെട്ടി ആടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. തിറകെട്ടി ആടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇവരുടെ പാരമ്പര്യ രീതികളെല്ലാം അനുസരിച്ച് ഈ കൊടിമരം നാട്ടിയതിനു ശേഷം ഇനി ഒരു കൊടിമരം എന്ന് പറയുന്നത് ആചാരങ്ങൾ എല്ലാം അനുഷ്ഠിച്ചതിന് ശേഷം മലയ സമുദായത്തിലെ ആളുകൾ വന്നിട്ട് അവർക്കായിട്ട് വയലിൽ പ്രത്യേക സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിലെ കൊടിമരം അവരാണ് കൊണ്ടുപോയി തിറകെട്ടി ആടാൻ വേണ്ടിയിട്ട് ഈ കൊടിമരം അവിടെ കൊണ്ടുപോയി നാട്ടുകയാണ് പതിവ്. അതായത് ഈ ദേവചൈതന്യം അവിടെ കെട്ടിയാടുന്നു എന്ന സങ്കല്പം. അതിനെയാണ് നമ്മൾ തിറകെട്ടിയാടുക എന്ന് പറയുന്നത്. അതേപോലെ തിറകെട്ടിയാടാൻ വേണ്ടിയിട്ട് അവർ ആ കൊടിമരം കൊണ്ടുപോവുകയാണ് പതിവ്. ഇതിനെയാണ് നമ്മൾ തിറമഹോത്സവം എന്ന് പറയുന്നത് കേട്ടോ. ആ തിറകെട്ടി ആടാൻ വരുന്നവർ മലയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് വരിക. കാപ്പുകുന്ന എന്ന ക്ഷേത്രത്തിൽ മലക്കാരി ഭഗവതി, അതിരാളൻ, പുറംകാലന്മാർ എന്നിവരൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്ന ദേവസങ്കല്പങ്ങൾ. അതേപോലെ കുറിച്യരുടെ തന്നെ വേറെ ചില ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലുള്ള ഈശ്വരന്മാരെന്ന് പറയുന്നത് ഇവരുടെ സങ്കല്പം അനുസരിച്ച് മലക്കാരിയോ ഭഗവതിയോ അതുകൂടാണ്ട് വേറെയും മലദൈവങ്ങളെ അവരെ ആരാധിച്ചു പോരുന്നു. വനത്തിലുള്ള ദേവസങ്കല്പം എന്നൊക്കെ പറയുമ്പോൾ ദേവസങ്കല്പവും ദേവതാസങ്കല്പം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഉഗ്രശക്തിയുള്ള മൂർത്തികളാണ്. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുറംകാലന്മാർ അവരിലേക്ക് ആ ദൈവം കയറി അതിനുശേഷം ആ ക്ഷേത്ര ചടങ്ങുകൾക്ക് യാതൊരുവിധ ഭംഗവും വരുത്താതിരിക്കാൻ കാവലാളായി നിൽക്കുന്ന കാട്ടിലെ മക്കളെ നമ്മൾ കണ്ടിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി അത് കാണാത്ത കണ്ടോ. അവരുടെ പാരമ്പര്യ രീതി അനുസരിച്ച് അവർ കൊടിമരം നാട്ടുകയാണ്. അങ്ങനെ കാപ്പുകുന്ന എന്ന ക്ഷേത്രത്തിൽ തിറമഹോത്സവത്തിന് കൊടിയേറുകയാണ്. കാടിൻ്റെ മഹോത്സവമാണ് കാണുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ആചാരങ്ങളാണ് ഇവിടെ. എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നമസ്കാരം.